വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ തിന്മയുടെ സകല ശക്തികളിൽ നിന്നും കർത്താവ് ഈശോ മിശിഹ എന്നെ രക്ഷിച്ചു, എന്റെ കുടുംബത്തെ രക്ഷിച്ചു, എന്റെ ദേശത്തെ രക്ഷിച്ചു, എന്റെ സഭയെ രക്ഷിച്ചു എന്ന സത്യമാണ് നാം ഏറ്റുപറയുന്നത്. ഓർക്കുക, ഈ പുണ്യപ്പെട്ട യാത്രയില് കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളെയാണ് നാം ധ്യാനിച്ചത്. ഈ കുരിശിന്റെ വഴിയെ ലത്തീൻ ഭാഷയിൽ വിയാ സാക്ര എന്നാണ് പറയുക. അതിന്റെ അർത്ഥം പരിശുദ്ധമായ പാത എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി നടന്നു നീങ്ങേണ്ട വഴിയാണ് വാസ്തവത്തിൽ കുരിശിന്റെ വഴി എന്നത്. ഈ കുരിശിന്റെ വഴിയെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങൾ ഓരോന്നും ഈ കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തികളാണ്, സ്വഭാവ പ്രത്യേകതകളാണ്, ജീവിത മാതൃകകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ചിലര് നമ്മളെ പീഡിപ്പിക്കുന്നവരാണ്, ചിലര് നമ്മളെ അപമാനിക്കുന്നവരാണ്, ചിലര് നമ്മുടെ നാശം കൊതിക്കുന്നവരാണ്, ചിലര് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ദുഷ്കരമാക്കാം എന്നതിനെ കുറിച്ച് നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ കുരിശിന്റെ വഴിയിൽ നാം കണ്ടെത്തുന്ന മറ്റ് ചില വ്യക്തിത്വങ്ങളുണ്ട്. ഈ കുരിശിന്റെ വഴിയിൽ എല്ലാവരും പീഡകരല്ല, എല്ലാവരും വേദനിപ്പിക്കാൻ വരുന്നവരല്ല, എല്ലാവരും നമ്മുടെ നാശം കൊതിച്ചു വരുന്നവരല്ല. കുരിശിന്റെ വഴിയിൽ നാം കണ്ടെത്തുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങളെ ധ്യാനിക്കുക. എത്രയോ ഹൃദ്യമായി, എത്രയോ സുന്ദരമായി നമ്മെ ആഴത്തിൽ മനസ്സിലാക്കി നമ്മുടെ ഒപ്പം നിൽക്കുന്ന അനേകം വ്യക്തിത്വങ്ങളെ ഈ കുരിശിന്റെ വഴിയിൽ ധ്യാന വിഷയമായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നുണ്ട്. ധ്യാനിച്ചു നോക്കുക. 4-ാം സ്ഥലത്ത് നന്മയുടെ പൂർണ്ണതയായ പരിശുദ്ധ കന്യകാമറിയം, അമലോത്ഭവയായ അമ്മ തന്റെ പുത്രനെ തേടി വരികയാണ്. ആ അമ്മ പുത്രനോടൊന്നും പറഞ്ഞില്ല. പറയാനാവാത്ത വിധം അവളുടെ ഹൃദയം ദുഃഖഭാരം നിറഞ്ഞതാണ്. പക്ഷേ പുത്രന്റെ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് കുരിശിൻ മരത്തിന്റെ പിന്നാലെ കാൽവരിയോളം അവൾ നടക്കുന്നു. കുരിശിന്റെ വഴി നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയാണ്. ജീവിതഭാരം ദുസ്സഹമാകുന്ന സാഹചര്യത്തിലൊക്കെയും നമ്മുടെ ഒപ്പം നടക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരമ്മയെ ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു എന്നുള്ള ആശ്വാസത്തിന്റെ സന്ദേശം പ്രിയപ്പെട്ടവരെ ഈ 40-ാം വെള്ളിയിൽ ധ്യാനിക്കണം. അതുകൊണ്ടാണ്, അല്ലയോ ക്രിസ്ത്യാനി, നീ നിന്റെ വീടുകളിൽ എന്നും ഈ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കണം എന്ന് തിരുസഭാ മാതാവ് പറയുക. കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ ചെയ്യുന്ന ഒരു പുണ്യകർമ്മത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തില് 19-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാനെയും മറിയത്തെയും ചൂണ്ടി ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മയെന്നും ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ആദ്യത്തെ വിശ്വാസിയാണ്. തിരുസഭയുടെ ആദ്യത്തെ അംഗമാണ് യോഹന്നാൻ. ആ യോഹന്നാൻ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്ന് തിരുവചനം പറയുന്നത്, ഉൾക്കുളിരോടെ അല്ലാതെ വിശ്വാസി നിനക്ക് ധ്യാനിക്കാനാവില്ല. യോഹന്നാൻ എന്ന ആദ്യത്തെ ക്രിസ്ത്യാനി ആദ്യമായി ചെയ്ത പ്രവൃത്തി എന്ന് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാ. അവൻ ഈശോയുടെ അമ്മയെ സ്വഭവനത്തിൽ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ ഒപ്പം നമ്മെ ആശ്വസിപ്പിക്കാൻ വരുന്ന ഈ അമ്മയെ സ്വഭവനത്തിൽ സ്വന്തം അമ്മയായി സ്വീകരിക്കുമ്പോഴാണ് നാം ഈ കുരിശിൽ മരിച്ചവന്റെ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്ന പരമാർത്ഥത്തെ ധ്യാനിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, 4-ാം സ്ഥലത്തിൽ അമ്മയുടെ ആശ്വാസമാണ് എങ്കിൽ 5-ാം സ്ഥലത്തിൽ കൗറീൻകാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഈശോയുടെ കുരിശ് ചുമക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ താങ്ങാനാവാത്ത ഭാരങ്ങൾ വരുമ്പോൾ കർത്താവ് ആ ഭാരം പങ്കുവയ്ക്കാൻ ചിലരെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. വഹിക്കാനാവാത്ത ഭാരവുമായി പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നില്ല എന്ന പരമാർത്ഥ സത്യം ഓർക്കുക.
നമുക്ക് വഹിക്കാനാവാത്ത കുരിശിന്റെ ഭാരം പങ്കിടാൻ കർത്താവ് ജീവിതത്തിൽ പലരെയും ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ചിലപ്പം ജീവിത പങ്കാളിയാകാം, അത് ചിലപ്പം മക്കളാകാം, അത് ചിലപ്പം മരുമക്കളാകാം, അത് ചിലപ്പം അയൽക്കാരാകാം, അത് ചിലപ്പം നമ്മുടെ ഉറ്റ സ്നേഹിതരാകാം, അത് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആകാം. ജീവിതത്തിൽ കുരിശുകൾ ദുസ്സഹമായി ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ കണ്ണു തുറന്നു നോക്കുക. നിന്നെ സഹായിക്കാൻ കർത്താവ് നിർത്തിയ ശിമയോന്മാരെ നീ കാണാതെ പോകും. നിന്നെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വെറോനിക്കമാരെ കാണാൻ നിനക്ക് കഴിയാതെ പോകും. അല്ലെ, അവരുടെ ആശ്വാസത്തിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ അവയെ അവഗണിച്ചും പുച്ഛിച്ചും നീ കടന്നു പോകുന്നത് കൊണ്ട് നിന്റെ കുരിശുകൾ ദുസ്സഹങ്ങളായി നിലകൊള്ളുന്നു. ഓർക്കുക, കർത്താവ് നമുക്ക് ചുറ്റും ഇതുപോലെ ശിമയോന്മാരെയും വെറോനിക്കമാരെയും ഒക്കെ നിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം. ചുറ്റുവട്ടത്ത് ദുസ്സഹമായ ഭാരവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്നവൻ ഈ കുരിശിന്റെ വഴിയുടെ യഥാർത്ഥ ധ്യാന ചിന്തകനല്ല. കാരണം നിന്നെ ചിലപ്പോൾ ദൈവം മറ്റുള്ളവന്റെ കുരിശ് ചുമക്കാൻ ശിമയോനെ പോലെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നീ വിസ്മരിക്കരുത്. പ്രിയപ്പെട്ടവരെ, അവരെന്റെ ജീവിതത്തിന് എന്റെ ജീവിതം കൊണ്ട് ഏതെങ്കിലും വിധത്തില് ആശ്വാസവും സന്തോഷവും പകരാൻ ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവിന്റെ പേരാണ് ശിമയോൻ എന്നോർക്കുക. ആ തിരിച്ചറിവിന്റെ പേരാണ് വെറോനിക്ക എന്ന സത്യം നമ്മൾ ഓർക്കുക. ദൈവം എന്നെ നിയോഗിച്ച എന്നെ ഭരമേൽപ്പിച്ച ഈ ശിമയോൻ ദൗത്യം, വെറോനിക്ക ദൗത്യം ശരിയാം വിധത്തിൽ ഞാൻ നിറവേറ്റുന്നുണ്ടോ എന്ന ആത്മശോധന ഈ കുരിശിന്റെ വഴിയുടെ ധ്യാനമായി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. 8ാം സ്ഥലത്ത് നാം ധ്യാനിക്കുന്നത് ഭക്ത സ്ത്രീകളെയാണ്. ഞാൻ പറയുന്നതൊക്കെയും ആശ്വാസത്തിന്റെ ദൂതുകളെയാണ്. സത്യത്തിൽ ഈ കുരിശിന്റെ വഴിയിലെ സങ്കടങ്ങളെയും പീഡകളെയും മാത്രം ധ്യാനിച്ചാല് ദൈവമൊരുക്കുന്ന രക്ഷാകര പദ്ധതിയുടെ സൗന്ദര്യം ഗ്രഹിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന പടയാളികളെ കുറിച്ച് മാത്രമേ നാം ചിന്തിക്കുന്നുള്ളൂ. ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ കുറിച്ച് മാത്രമേ നാം ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാശം കൊതിക്കുന്ന പ്രീശന്മാരെയും സദൂക്കായന്മാരെ കുറിച്ച് മാത്രമേ നാം ചിന്തിക്കുന്നുള്ളൂ. നിഷ്കളങ്കനാണ് എന്നറിഞ്ഞിട്ടും അധികാരത്തിന്റെ കസേര നിലനിർത്തുവാൻ വേണ്ടി ഈശോയെ അന്യായമായി വിധിച്ച ഹെറോദേസിനെ കുറിച്ച്, കയ്യാഫാസിനെ കുറിച്ച്, പീലാത്തോസിനെ കുറിച്ച് മാത്രമേ നാം ദുഃഖവെള്ളിയിലും കുരിശിന്റെ വഴിയിലും ധ്യാനിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ 40-ാം വെള്ളിയിൽ നാം വേറിട്ട് ധ്യാനിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ നമുക്കിങ്ങനെ ആശ്വാസത്തിന്റെ ദൂതുമായി കടന്നു വരുന്ന മനുഷ്യരുണ്ട്. അവരെ തിരിച്ചറിയാൻ, അവരുടെ സങ്കടങ്ങളിൽ ഇതുപോലെ ആശ്വാസത്തിന്റെ ദൂതുമായി കടന്നു ചെല്ലാൻ ദൈവം എന്നെ നിയോഗിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ശ്രീവാപാതയിൽ നിന്ന് നാം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഹൃദയത്തിൽ സംവഹിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന സത്യം ഓർക്കുക. വീണ്ടും 13-ാം സ്ഥലത്ത് അമ്മയുടെ ആശ്വാസം നാം കാണുന്നെങ്കിൽ 14-ാം സ്ഥലത്ത് നിക്കോദേമോസും അരിമത്യാക്കാരൻ ജോസഫും ചേർന്ന് ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു. അതൊരു വലിയ ധൈര്യമാണ്. കർത്താവിന്റെ ഒപ്പം ആണ് ഞാന് എന്ന് പറയാനുള്ള ആർജവത്വമാണ്. അതുവരെയും അവർക്ക് ജനസമൂഹത്തിന്റെ മുമ്പിൽ ഈശോയെ കുറിച്ച് പറയാൻ ധൈര്യമില്ലായിരുന്നു. അവർ സാൻഹെദ്രിൻ സംഘത്തെ ഭയന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈശോ മരിച്ചത് കണ്ടപ്പോൾ, ഈശോയുടെ മരണത്തിന്റെ ശാന്തത കണ്ടപ്പോൾ, അവൻ കുരിശിലെ വേദനകളെ ഏറ്റുവാങ്ങിയതിന്റെ അത്ഭുതാവഹമായ സാക്ഷ്യം കണ്ടപ്പോൾ അവരുടെ ഭയം നീങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുരിശിനെ നോക്കിയിരുന്ന ജീവിതത്തിന്റെ എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകും.
അവന് വേണ്ടി ജീവിക്കാൻ, അവന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ, അവന്റെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, അവന്റെ തിരുസഭയുടെ കൂദാശകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉള്ള ആർജവത്വവും ധൈര്യവും നമ്മൾ എങ്ങനെ ആർജിക്കുമെന്ന് ചോദിച്ചാൽ ഈ ക്രൂശിതനെ നോക്കിയിരിക്കാൻ പഠിക്കുക. അവനെ നോക്കിയിരുന്ന് നാം പ്രകാശമുള്ളവരാകുന്നു. അവനെ നോക്കിയിരുന്ന് നാം ധൈര്യമുള്ളവരാകുന്നു. അവനെ നോക്കിയിരുന്ന് നാം യഥാർത്ഥ ക്രിസ്തീയ സാക്ഷികളായി മാറുന്നു എന്ന പരമാർത്ഥമായ സത്യം ഈ കുരിശിന്റെ വഴിയിൽ നമുക്ക് ധ്യാനിക്കാം. അവനെ കൊല്ലാനുള്ള ആധികാരികമായ ചുമതല ഏറ്റുവാങ്ങിയ ശതാധിപൻ ഈശോയുടെ മരണം കണ്ട് വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ സത്യമായും നീതിമാനാണ്, അവൻ ദൈവപുത്രനാണ് എന്ന് ശതാധിപൻ വിളിച്ചു പറയുകയാണ്. ഒരുവന്റെ മരണം അവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. കർത്താവ് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. നീ ക്രിസ്ത്യാനിയാണോ? നിന്റെ ചുമലിൽ കർത്താവ് ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. അത് വലുതും ചെറുതും വ്യത്യാസമുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ക്രിസ്ത്യാനിയാണ് നീയെങ്കിൽ കുരിശ് വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചെന്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് പറയുന്നു. കർത്താവിന്റെ കുരിശ് മരണത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല ചരിത്ര വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് റെയ്മണ്ട് ബ്രൗൺ എന്ന അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 1000 പേജിലെടുത്ത് മനോഹരമായ ഒരു ഗ്രന്ഥം രചിച്ചു, ദ ഡെത്ത് ഓഫ് ദ മെസ്സായ എന്നാണ്. മിശിഹായുടെ മരണം, ഈശോയുടെ മരണത്തെ കുറിച്ചുള്ള എല്ലാ ആധികാരിക ചരിത്ര രേഖകളും അവിടെ അവതരിപ്പിക്കുന്നു. അതില് ഈശോയുടെ കുരിശ് മരണത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന സുന്ദരമായ, ഏറെ വേദനാജനകമായ ഒരു രംഗമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഭൂമിയിലെ ഏറ്റവും കിരാതമായ, ഏറ്റവും വേദനാജനകമായ മരണം ഏത് എന്ന് ചോദിച്ചാല് അത് കുരിശ് മരണമാണ്. ഫിനീഷ്യക്കാര് അടിമകളെ പീഡിപ്പിക്കാൻ കണ്ടുപിടിച്ച ഒരു മരണ രീതിയാണ്. വാസ്തവത്തിൽ തറയ്ക്കപ്പെടാനുള്ള കുരിശ് കുറ്റവാളിയുടെ പുറത്ത് വെച്ച് കെട്ടുകയാണ്. നമ്മൾ പദങ്ങളിൽ കാണുന്നത് പോലെ തോളിൽ ഒരു കുരിശല്ല ഈശോ വഹിക്കുക, മറിച്ച് തൻ്റെ 2 കരങ്ങളും ഈ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. കുരിശും കൊണ്ട് വീഴുക എന്ന് പറഞ്ഞാൽ ശരിക്കും മുഖമടിച്ച് വീഴുക, പല്ലുകൾ തകർന്നു പോവുക, മൂക്ക് തകരുക, നെറ്റി പൊട്ടി ചോരയൊഴുകുക. മുൾമുടി ധരിച്ച ശിരസ്സും കൊണ്ട് നിലത്ത് വീഴുന്ന നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ നടന്നു വന്ന വഴിയോളം വേദനിച്ച വഴി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നടന്നില്ല എന്ന് ധ്യാനിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ പുറം ഭാഗം മുഴുവനും ചമ്മട്ടി അടിച്ച് തകർത്തിരിക്കുകയാണ്. ആ പുറം ഭാഗത്ത് എല്ല് തെളിയാൻ തക്ക വിധത്തില് ശിരസ് മുതൽ പാദം വരെയുള്ള മാംസ കഷ്ണങ്ങൾ മുഴുവനും ഈ കഠോരമായ പീഡനങ്ങൾ വഴി അടിച്ച് തകർത്തിരിക്കുക. കുരിശിൽ തറയ്ക്കുമ്പോൾ ഈ കുറ്റവാളി കുരിശിന്റെ ദണ്ഡയിലോട്ട് ചേർന്ന് നിന്ന് ആശ്വാസം കണ്ടെത്തി ശ്വാസം വലിക്കാൻ പാടില്ല എന്ന ക്രൂരമായ ചിന്തയോടെയാണ് അപ്രകാരം ചെയ്യുന്നത്. കുരിശിൽ ആണികളിൽ തൂക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് അനുഭവിച്ച വേദനകളെ ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ. ആ വേദനകളെ ധ്യാനിച്ച് മാത്രമേ നമ്മുടെ വേദനകളെ നമുക്ക് മനസ്സിലാക്കാനും ആ വേദനകളെ അതിജീവിക്കാനും ആ വേദനകൾ ഇല്ലാതാക്കാനാണ് അവൻ കുരിശിലേറിയത് എന്ന പരമാർത്ഥ സത്യത്തെ ധ്യാനിക്കാനും നമുക്ക് കഴിയുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുരിശിന്റെ വഴിയെ നാം നടത്തിയ ഈ പരിഹാര പ്രദക്ഷിണം നമ്മുടെ പാപങ്ങൾക്കും ലോകത്തിന്റെ മുഴുവനും പാപങ്ങൾക്കും പരിഹാരമായിട്ടുള്ളതാണ്. നമ്മെ വേദനിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചുറ്റും പീലാത്തോസുമാരുണ്ട്, ഹെറോദേസുമാരുണ്ട്, യൂദാസുമാരുണ്ട്, പ്രീശന്മാരുണ്ട്, സദൂക്കായരുണ്ട്, പടയാളികളുണ്ട്, കള്ളന്മാര് പരിഹസിക്കുന്നവരുണ്ട്.
ദൈവമേ, അവരെ ഒന്നും കർത്താവ് ഒരക്ഷരം മിണ്ടിയില്ല, അവരോടൊന്നും വഴക്കുകൂടിയില്ല, അവരോടൊന്നും പരിഹസിച്ചില്ല. അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. കുരിശിന്റെ വഴി നമുക്ക് പറഞ്ഞു തരുന്ന വലിയ പാഠം അതാ. ജീവിതത്തിന്റെ ഈ വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന, ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിരാശപ്പെടാതെ അവയ്ക്കിടയിൽ ദൈവമൊരുക്കുന്ന ആശ്വാസത്തിന്റെ, കരുതലിന്റെ, കരുണയുള്ള വഴികളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന സത്യം ഓർക്കുക.